ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ സാവധാനം വർക്ക് ചെയ്യുകയും ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ സാധാരണ വർക്ക് ചെയ്യുകയും ചെയ്യും. ഈ സാവധാനം വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ. അതേപോലെ തന്നെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളാണ് ശരിക്കും യുക്തി, അതേപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, സ്റ്റേണായിട്ട് നിൽക്കാനുള്ള കഴിവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, പ്രത്യേകിച്ച് എടുത്തു പറയാമെന്ന് പറഞ്ഞാൽ യുക്തി എന്ന് പറയുന്ന സംഭവം ഈ രണ്ട് ഏരിയയിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇതേപോലെ അമിഗ്ദല എന്ന് പറയുന്ന വേറൊരു സ്ഥലം കൂടി ഉണ്ട്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു നട്ടിൻ്റെ രൂപത്തിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ളൊരു ഭാഗമാണ്. ആ ഭാഗമാണ് നമ്മൾക്ക് സ്ട്രെസ്സ്, ഭയം, നിരാശ തുടങ്ങിയ വികാരങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏരിയ. ഇത് ഭയങ്കര ആക്റ്റീവായിരിക്കും ഈ REMൻ്റെ സമയത്ത്. സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടു മറന്നതോ അല്ലെങ്കിൽ നമ്മൾ ഭയം കൊണ്ട് നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചതായിട്ടുള്ള ചില ചിന്തകൾ, ചില കാഴ്ചകൾ, ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും ഈ REMൻ്റെ സമയത്ത്. ഈ സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അത് റിയൽ ആണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നത് യുക്തിയിലാണ്. ആ യുക്തി സാവധാനമാണ് വർക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, നിങ്ങൾ ഈ REM സ്റ്റേജിലാണ് എഴുന്നേൽക്കുന്നത് എങ്കിൽ, അതായത് ഈ സൈക്കിളിൻ്റെ ഇടയിൽ REM സ്റ്റേജിലാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത് എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സെക്കൻഡിൽ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്, അത് റിയൽ ആണോ അല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരും നമുക്ക്. പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ അമ്മ റിയൽ ആണോ അല്ലയോ അങ്ങനത്തെ ഒക്കെ തോന്നലുകൾ നമുക്ക് വരാം. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ഞാനിപ്പോൾ സ്വപ്നം കാണുകയാണോ അല്ലയോ അങ്ങനത്തെ ഒക്കെ തോന്നലുകൾ വരുന്നത് ഈ ഒരു വിഷയം കൊണ്ടാണ്. ഇതാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന ഏരിയയിൽ ഗോസ്റ്റിനെയും അതുപോലെ ഈ കറുത്ത പുക പോലത്തെ രൂപത്തിനെയും നമ്മളെ കൊല്ലാൻ വരുന്ന ഭീകര രൂപത്തിനെയും നമ്മളെ ഒരാൾ നോക്കി നിൽക്കുന്നത് പോലെ തോന്നുന്നതൊക്കെ ഈ ഒരു പ്രോസസ്സ് കാരണമാണെന്നാണ് പറയപ്പെടുന്നത്.